ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ കറിയാണ്. ഗണപതി നാരങ്ങ എന്നാണ് ഞങ്ങളുടെ അവിടെ പറയാറ്. പല പ്ലേസിലും ഇതിന് ഡിഫറെൻറ്റ് നെയിംസാണ്. നാരങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് വേണ്ടിയുള്ള കുറച്ച് മസാലകളാണ്. നാരങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ തെളിച്ചതിന് ശേഷം നമ്മൾ കടുക് കുറച്ചിടുക. പിന്നെ അതൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ച് സെറ്റായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ആഡ് ചെയ്തിട്ട് നല്ലപോലെ വതക്കണം. നാരങ്ങയൊന്ന് ചെറുതായിട്ട് വതങ്ങി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഞാൻ എടുത്തത് കുറച്ച് വലിയ നാരങ്ങയാണ് കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. മുളക് പൊടിയും ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതൊന്ന് തിളച്ച് വരുമ്പം 2 വെല്ലവും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്താൽ മതി. അത് മിക്സായി വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം അത് അടച്ച് വെച്ച് വേവിക്കുക. നാരങ്ങ കറി കുറുക്കി വരണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലപോലെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നാരങ്ങക്കറി നല്ലപോലെ കുറുകിയത് ഈ രീതിയിലാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.